ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തെങ്കാശിയിലെ സെൻറ്റ് മൈക്കിൾ ചർച്ചിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പം ഏകദേശം 2 ഹവേഴ്സ് ഉണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ 2 മണിക്കൂർ കഴിക്ക് ശേഷം നമ്മൾ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം പള്ളിയിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു 3-3:30 ടൈം ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. 6:30ക്കാണ് ഇവിടെ മാസ് ഉള്ളത്. അപ്പം മാസിൻ്റെ ടൈമിലായിരിക്കും ഇവിടെ ആളുകൾ വരുന്നത്. അപ്പോൾ ഈ ടൈമിൽ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളൊരു പള്ളിയാണ്. മിഖായേൽ മാലാഖ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൊരു പള്ളിയാണ്. ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാറുണ്ട്. ഇതാണ് നമ്മുടെ മിഖായേൽ മാലാഖ. അപ്പോൾ ഇവിടെ നിന്ന് കുറേ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പുറത്തോട്ട് വന്ന് ഇവിടെ ഒരു ഗാർഡൻ ഏരിയയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു. ഇതാണ് നമ്മുടെ സെൻറ്റ് മിഖായേലിൻ്റെ ഒരു സ്റ്റാച്ചു. അപ്പം അതിന് ശേഷം നമ്മൾ വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു വലിയ സ്റ്റാച്ചുവും കൂടി അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് അതൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ മെഴുകുതിരി കത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പം മെഴുകുതിരിയൊക്കെ കത്തിച്ചു കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നമ്മുടെ മൈൻഡ് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പള്ളിയാണ് കേട്ടോ. മസ്റ്റായിട്ടും നിങ്ങൾ പോകേണ്ട ഒരു പള്ളി തന്നെയാണ്. ഈ ഒരു ആയതുകൊണ്ടാവാം ഇവിടെ ആളുകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മാസിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ വരും. അപ്പം നമ്മൾ വന്ന സമയത്ത് ഒരു ചെറിയ മഴക്കോളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചൊരു 2 hours ട്രാവൽ ചെയ്യണം. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ സൈഡിൽ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു നെൽപ്പാടം നമ്മൾ കണ്ടു. അപ്പം നെൽപ്പാടത്തിൽ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇരുന്നു. പക്ഷേ മഴക്കോളും മേഘം മൂടി കിടക്കുന്നതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ചായ കുടിക്കാനായിട്ട് ഒരു ചായപ്പീടികയിൽ കയറി. നല്ലൊരു കടയായിരുന്നു കേട്ടോ, ചെറിയൊരു ചായപ്പീടികയാണ്. ഞാൻ അവിടെ നിന്ന് ഒരു കാപ്പി ഒരു വടയും കഴിച്ചു. നല്ലതായിരുന്നു, നല്ല ഡീസൻറ്റ് സാധനമായിരുന്നു. ഒരു വീടിനോട് ചേർന്നിട്ടുള്ള കടയാണേ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.